ശ്രീ ഷാബു പ്രസാദ്, ഈ തിയറി എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇല്ല, എനിക്കതിനോട് വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ ഇതിന് വന്നിരിക്കുന്നു, സമരത്തിന് വന്നിരിക്കുന്നു, കുറേ അധികം ആൾക്കാരുണ്ട്, കുറച്ച് ഉണ്ട്. ഇതിനല്ലാതെ ഈ രാജ്യത്തെ യുവജനങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഇതിനുണ്ടാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാര്യം ഏതെങ്കിലും രാഷ്ട്രീയ, അതായത് മോദി വിരുദ്ധ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ യുവാക്കളല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഈ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇവരുടെ ഈ ബഹളത്തിനോ എന്തെങ്കിലും ഇവരെന്താണ് ശ്രമിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ നീറ്റ് പരീക്ഷ നടത്തുമ്പോൾ, റീ എക്സാമിനേഷൻ നടത്തുമ്പോൾ കഴിയുന്നത്ര കുട്ടികളെ അതിൻ്റെ അകത്ത് പങ്കെടുപ്പിക്കാതിരിക്കുക, അതിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു നയമായിരുന്നു, ഒരു സ്ട്രാറ്റജിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അത് ഈ രാജ്യത്തെ ജൻസിയാണ് തള്ളിക്കളഞ്ഞത്. അതായത് അന്ന് മെയ് മാസം മുതൽ തുടർച്ചയായ പ്രചാരണങ്ങൾ, ഈ രാജ്യത്തെ മാധ്യമങ്ങളിൽ നടന്ന പ്രചാരണങ്ങൾ എല്ലാം എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈ രാജ്യത്തെ നീറ്റ് പരീക്ഷയുടെ മുഴുവൻ വിശ്വാസ്യതയും പോയി. ഈ രാജ്യത്തെ യുവാക്കളുടെ ഭാവി പോയി, നിങ്ങളുടെ ഭാവി തകർന്നു. ഇങ്ങനെ ആസൂത്രിതമായ പ്രചാരണങ്ങൾ നടത്തി ഈ പരീക്ഷയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി, ഈ സിസ്റ്റത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി, ആ പരീക്ഷയെ പരാജയപ്പെടുത്തുക, പുനഃപരീക്ഷയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ സ്ട്രാറ്റജി. അത് അമ്പേ പൊളിഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പം ബഹുമാനപ്പെട്ട മുഹമ്മദ് വർഗീസ് സാർ പറഞ്ഞതിന്റെ ഘടകവിരുദ്ധമായിട്ടാണ് സംഭവിച്ചത്. ഈ രാജ്യത്തെ യുവജനങ്ങൾ ആരെ ഉദ്ദേശിച്ചാണോ ഇവർ ഈ ബഹളങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്, അതേ കുട്ടികൾ, അതേ രക്ഷിതാക്കൾ, അതേ ജനങ്ങൾ അതിനെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. അവര് പരീക്ഷയിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് വിചാരിക്കാൻ അവരുടെ ഭാവി അല്ല ഇവർ ശ്രമിച്ചത് അതിനാണ്. കാര്യം പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല കുട്ടികളെ. ഈ പരീക്ഷ അതിന്റെ ഉദ്ദേശം ആ പ്രചരണങ്ങൾ അതെനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അവർ പരീക്ഷ എഴുതാതെ പിന്മാറുന്നൊന്നുമില്ലല്ലോ. കാരണം പഠിച്ച കുട്ടികളാണ്, അവർക്ക് ആദ്യ പരീക്ഷ പഠിച്ചെഴുതിയതാണ്. അത് ക്യാൻസൽ ചെയ്തപ്പോൾ അടുത്ത പരീക്ഷ എഴുതേണ്ട വരില്ലല്ലോ. ഇല്ല മഞ്ജുഷേ, അത് വരില്ല. ഞാൻ പറഞ്ഞത് ഇവരുടെ വ്യാമോഹങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. കുട്ടികളെ, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ പരീക്ഷ എഴുതിയാലും അവിടെ മോദി അമിത്ഷായും കൂടെ വോട്ട് തുറന്ന് പേപ്പർ ചോർത്തി കൊടുക്കും. നിങ്ങളുടെ അർഹത നഷ്ടപ്പെടും. ഈ രീതിയിലുള്ള നറേറ്റീവാണെന്ന് ഇവിടെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചത്. താങ്കൾ പറഞ്ഞു രാജ്യത്തെ മോദി വിരുദ്ധരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ഇത്, അല്ലാതെ ഒരു ജൻസിയുടെ ഒരു സമരമൊന്നും അല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇത്രയും യുവാക്കൾ വരുമ്പോൾ യുവാക്കളാണ് ഇന്ത്യയുടെ ഭാവി എന്നതാണല്ലോ പ്രധാനമന്ത്രിയുടെ തന്നെ തുറന്നു പറച്ചിൽ. അപ്പോൾ ഇവിടെ ഇവരെല്ലാം ഇതുവരെ മോദി വിരുദ്ധരായിരുന്നു എന്നാണ്. അല്ല, ഇത്രയും എന്ന് പറഞ്ഞാൽ എത്രയാണ് മഞ്ജുഷേ? ആ ജന്തർ മന്ദിർ കൂടിയിരിക്കുന്ന 12,000 പേരോ അല്ലെങ്കിൽ 10,000 പേരോ അല്ലെങ്കിൽ പോട്ടെ 1,00,000 പേരോ? ഇതാണോ ഈ രാജ്യത്തെ ജനങ്ങളുടെ യുവാക്കളുടെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്? എണ്ണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ സമരം തന്നെയാണ്, ഒരു ബഹുജന പ്രക്ഷോഭം എന്ന് തന്നെ ഇതിനെ പറയാം. എണ്ണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ല, രാജ്യത്തെ മുഴുവൻ യുവാക്കളും അങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് നമ്മൾ കണ്ടതാണല്ലോ, ഈ ഡൽഹിയിലെ CAA വിരുദ്ധ പ്രക്ഷോഭം കണ്ടതാണല്ലോ. 10-25 പേര് മരിച്ച് ലോകശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നടത്തിയ, അതും ഈ കണക്ക് നോക്കുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭമായിരുന്നു. ഇപ്പം കർഷക സമരം എത്ര മാസങ്ങളാണ് ഡൽഹി സ്തംഭിപ്പിച്ചത്? കണക്ക് നോക്കുകയാണെങ്കിൽ വലിയ പ്രക്ഷോഭമായിരുന്നു, വലിയ സംഭവമായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ, ടൂൾ കിറ്റ് പ്രക്ഷോഭങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ 10-12 വർഷമായിട്ട് കണ്ടതാണിത്. ഒടുവില് എല്ലാം കഴിയുമ്പം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്യും. ഉമർ ഖാലിദിനൊന്നും ഇനിയിപ്പോ എന്ന് സൂര്യോദയം കാണാനാവുമെന്ന് അറിയില്ല. ആ ഗതിയിലാണ് കിടക്കുന്നത്. ഇതാണ് സംഭവം. കാര്യം ഒടുവിൽ ഇവിടെ തന്നെ ഈ നീറ്റ് പരീക്ഷ വിജയകരമായിട്ട് പുനഃപരീക്ഷ നടത്തി റിസൾട്ട് കൊണ്ടുവന്ന് അലൊക്കേഷൻ ആയതോടുകൂടി തന്നെ ഇവരുടെ മുഴുവൻ നറേറ്റീവും പൊളിഞ്ഞു മഞ്ജുഷേ, മുഴുവൻ പൊളിഞ്ഞു. അടുത്ത വർഷം
നീറ്റ് പരീക്ഷ നടക്കാൻ പോകുന്നത് പേപ്പർലെസ് ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഓൺലൈൻ ആയിരിക്കും. ആ പരീക്ഷ അത് സംഭവം തീർന്നു. ശരി, ഈ സംഭവം തീർന്നു. ഇപ്പൊ ഇവരുടെ ആവശ്യം ഇതൊന്നും അല്ലല്ലോ. നഷ്ടപ്പെട്ട ഒരു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.